ഹലോ ഓൾ. എന്നും ഈ മീൻ നന്നാക്കുന്ന വീഡിയോസൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതെ അതുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്തായാലും കാണണം. ഇന്നാണെങ്കിൽ ഒരുവിധം എല്ലാം പാതി മുക്കാൽ നന്നാക്കിയാണ് കേട്ടോ മേടിച്ചു കൊണ്ടുവന്നേക്കണേ. അതായത് കുറച്ച് അയില, പിന്നെ കുറച്ച് കൊഴുവ, പിന്നെ കുറച്ച് കക്കയിറച്ചി. അപ്പോൾ നമ്മുടെ അയിലയുടെ കുറച്ച് തലക്കുട്ടികൾ നമ്മൾ എടുക്കുകയാണ് വെക്കാപ്പിക്ക് കൊടുക്കാനായിട്ട്. അവരിങ്ങനെ കടയിൽ നിന്ന് നന്നാക്കി തന്നു കൊടുക്കുന്നത് അവരുടെ ഉപജീവനം. നമ്മൾ വീട്ടിൽ നിന്ന് നന്നാക്കുന്നതാണ് നമ്മുടെ ജീവനം നല്ലത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കി എല്ലാം നന്നാക്കി എടുക്കണം കേട്ടോ. അയിലയൊക്കെ ഏകദേശം പതിമുക്കാൽ നന്നാക്കി വെച്ചതുകൊണ്ട് അയിലയുടെ പണികളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ കൊഴുവയാണ്, അതിൻ്റെ തല അവരെടുത്ത് കളഞ്ഞിട്ടുണ്ടായി. നമുക്കാണെങ്കിൽ ഉള്ളിലത്തെ ഈ സംഭവം പിന്നെ അതിൻ്റെ വാലും കൂടി കട്ട് ചെയ്തൊന്ന് കഴുകി വാരി വെക്കാനുണ്ടായി. അപ്പോൾ അതും അങ്ങനെ കഴുകി വാരി വെച്ചു. പിന്നെയായിരുന്നു ഈ ടാസ്കി പണി. കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. ഇങ്ങനെ ഓരോന്നിൻ്റെ വേസ്റ്റ് എടുത്ത് കളയൽ തന്നെ ഒരു വല്ലാത്ത പണിയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നും, പിന്നെ കുറച്ച് നേരം ഇരുന്നും, പിന്നെ കുറച്ച് നേരം പോയി ടി വി ഒക്കെ കണ്ട് ഒരുപാട് സമയം എടുത്താണ് നന്നാക്കിയത്. നന്നാക്കി അവസാനത്തേക്ക് എനിക്ക് മടിയായിട്ട് ഞാൻ കുറച്ച് കളയുകയൊക്കെ ചെയ്തു. ഇനി നമുക്കെല്ലാം ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഈ സിങ്കൊക്കെ നന്നാക്കിയിട്ട് കഴിയാൻ മതിയില്ലേന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിയുമ്പോൾ ഒന്നും കൂടി വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റ് പിന്നെയും കൊണ്ട് കളയാൻ പോകണം. എളുപ്പപ്പണിയാണല്ലോ നമുക്ക് പ്രധാനം. അങ്ങനെ നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ കക്കയൊക്കെ നല്ല പോലെ ഒരു 3-4 തവണ കഴുകി വാരി പിഴിഞ്ഞെടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ കടിക്കും. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതാണെങ്കിൽ എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ മാത്രമാണ് ഇഷ്ടമുള്ളൂ, ഞാൻ കഴിക്കാറില്ല. അടുത്ത ഊഴം നമ്മുടെ കൊഴുവക്കുട്ടീനെയാണ് കേട്ടോ. നല്ല വെളുവെളുന്നിരുന്ന് നല്ല സിൽക്ക് പോലെ തിളങ്ങുന്നുണ്ട്. അങ്ങനെ അതിനെ നല്ലപോലെ കഴുകി വാരി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ളൊരു ഭാഗമില്ലേ, പണ്ട് നമ്മുടെ ഈച്ചയുടെ സ്റ്റിക്കറിൽ ഒരു പല്ലിക്കുഞ്ഞ് പെട്ടുപോയി. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഊരിപ്പോയപ്പോൾ ഇതുപോലെ ഇരുന്നത്. ഞാനിങ്ങനെ അത് ഇടയ്ക്ക് ആലോചിക്കും കൊഴുവ കാണുമ്പോൾ. ഇനി നമ്മുടെ അയിലയും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പണികളും ഏറെക്കുറെ അവസാനിച്ചു. ഇനി ദേ ഈ ഒരു വലിയ പാത്രം, ഈ പാത്രമാണ് നമുക്ക് വൃത്തിയാക്കി എടുക്കാനുള്ളത്. അയില റെഡിയായി, കൊഴുവ റെഡിയായി, നമ്മുടെ കക്കയിറച്ചി റെഡിയായി, വെക്കാപ്പിക്കുള്ള മീൻ്റെ തലയും റെഡിയായി. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് അവസാനം നമുക്ക് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഈ വേസ്റ്റ് എന്തായാലും കളയണില്ല. ഈ വേസ്റ്റ് നമ്മുടെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാം. മഴ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തിറക്കിയിട്ടില്ല, എനിക്ക് പനിയും കൂടി ആയിരുന്നുകൊണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് സന്തോഷമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം നമുക്കൊന്ന് ഓടിച്ച് കഴുകി വാരി എടുക്കാം. നമുക്ക് ഈ കവറുകളൊക്കെ കൊണ്ടുപോയി ഉണക്കാനായിട്ട് ഇടണോട്ട്. ഇതൊരുവിധം എല്ലാം ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഈ വേസ്റ്റുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോഴിക്കുട്ടികളുടെ അടുത്തേക്കാണ് കേട്ടോ. ഇതിപ്പോൾ തിന്നാനായിട്ട് കാക്കയും പൂച്ചയും ഒക്കെ കൂടി ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ കവറൊക്കെ നേരെ ഉണക്കാനായിട്ട് വെച്ചു. ഇത് ഇവർക്കാണെങ്കിൽ ഇത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഇവർക്കുടെ ഫുഡൊക്കെ വെള്ളം പോലെയൊക്കെ ചേർത്ത് കൊടുക്കണം. കാരണം മൊത്തം അലങ്കോലമായിട്ടിരിക്കുകയാണ്. കൂടൊക്കെ എന്തായാലും മാറ്റാറായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മുടെ എന്തുട്ടാണ് കക്കയിറച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം സമയം എടുക്കും, എന്നാലും പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതായിരിക്കും. ഇതൊക്കെ വെന്ത് വൃത്തിയായിട്ട് വന്നിട്ട് വേണം നമുക്കിതും കൂടി ഒന്ന് പുരട്ടാനായിട്ട്. വെക്കാപ്പിക്കുള്ള തലയും ദേ പുഴുങ്ങാനായിട്ട് റെഡിയായി നിൽക്കുന്നു. കുഴ നമ്മളിപ്പോൾ എടുക്കണില്ല. പിന്നെ ഇത് അയിലയുണ്ട്, അപ്പോൾ അയില 2 വറുക്കണം, ബാക്കി കറി വയ്ക്കണം. സിങ്കൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.